ജീവിതത്തിൽ ആരും ഒരിക്കലും ആഗ്രഹിക്കാത്ത ദുരനുഭവത്തിലൂടെ കടന്നുപോയ നടിയാണ് ഭാവന. ഭാവന എന്ന നടി പലർക്കും ഒരു മാതൃകയാണ്. ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടും അതിനോട് പൊരുതി മുന്നോട്ട് വരുന്ന താരം എങ്ങനെയാണ് തൻ്റെ വേദനകൾ സ്വയം കടന്നു വരുന്നത് എന്ന് വ്യക്തമാക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ വേദനകൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല എന്നതാണ് എന്ന് ഭാവന പറയുന്നു. മറ്റുള്ളവരും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരായിരിക്കും. എൻ്റെ പ്രശ്നവും അവരോട് പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്ന് ഞാൻ തന്നെ സ്വയം പുറത്തു വരികയാണ് ചെയ്യാറുള്ളത്. എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറയും അങ്ങനെ ചെയ്യരുത്, ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ ഞാനൊരു ഷീൽഡ് കൊണ്ട് എൻ്റെ വേദനകൾ മറച്ചു വയ്ക്കും. മാക്സിമം 48 മണിക്കൂർ. അതിനുള്ളിൽ അതിൽ നിന്ന് ഞാൻ തന്നെ സ്വയം പുറത്തു വരും. കരഞ്ഞു തീർന്നതിന് ശേഷം സ്വയം എഴുന്നേറ്റ് വരും. ഞാൻ എന്നെ സ്വയം പുഷ് ചെയ്യും. ഞാൻ എനിക്ക് തന്നെയാണ് സ്വയം നന്ദി പറയുന്നത്. കാലം എല്ലാ വേദനകളും മായ്ക്കും എന്ന് എല്ലാവരും പറയും. പൂർണ്ണമായും അത് അങ്ങനെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കെൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. ആ വേദന ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അത് തന്നെ ആലോചിച്ച് എല്ലാ ദിവസവും ഞാൻ കരഞ്ഞിരിക്കാറില്ല. അച്ഛൻ പോയി എന്നത് റിയാലിറ്റിയാണ്. അത് അക്സെപ്റ്റ് ചെയ്യണം. വേദന എന്തായാലും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ തീവ്രത കുറഞ്ഞു വരും, ഭാവന പറഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പേടിയുള്ള ആളാണ് ഞാൻ. ആ പേടിയും ചിരിയുടെ മുഖംമൂടിയിൽ മറച്ചു വെക്കാറുണ്ട് എന്ന് ഭാവന പറയുന്നു. പെട്ടെന്ന് ഒരു സ്റ്റേജിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴോ, ഒരു കൂട്ടം ആളുകളെ കാണുമ്പോഴോ, പുതുതായി സിനിമ തുടങ്ങുമ്പോഴോ, റിലീസ് ചെയ്യുമ്പോഴോ എല്ലാം എനിക്ക് പേടിയാണ്. പല അവസരത്തിലും ആ പേടി മറക്കാൻ വേണ്ടി ചിരിച്ചു പിടിക്കാറുണ്ട് എന്നും ഭാവന പറയുന്നു.